ഹായ് കൂട്ടുകാരെ, അങ്ങനെ യാത്രാ വിശേഷവുമായി വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കാസർഗോഡ് നിന്ന് കോട്ടിക്കുളം എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് തീവണ്ടിയൊക്കെ പോയിട്ടോ. ഇനി നമ്മൾ ഇതിലെ പോയിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോണത് ബേക്കൽ കോട്ട കാണാനാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിലൊക്കെ ഇതുപോലെ നടന്നിട്ട് അങ്ങോട്ട് കടന്നിട്ടാണ് നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ബസ്സിൽ കയറുന്നത്. ഇപ്പോൾ ദാ എല്ലാവരും റെയിലൊക്കെ മുറിഞ്ഞ് കിടക്കുമ്പോൾ കുട്ടികളൊക്കെ ഓരോന്ന് പറയണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദാ റെയിലൊക്കെ മുറിഞ്ഞ് കടന്ന് ഞങ്ങൾ റോട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അരിയിലൂടെ ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ദാ ബസ് എത്തുന്ന റോട്ടിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ വലിയൊരു അമ്പലം കണ്ടു കേട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വലിയൊരു അമ്പലം ഞാൻ കണ്ടവിടെ. നല്ലൊരു വലിപ്പമുള്ളൊരു അമ്പലം തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഒരു ഭഗവതി ക്ഷേത്രമായിരുന്നു അത്. അങ്ങനെ ഇവിടുന്നാണ് ഞങ്ങൾ ബസ് കയറാനുള്ള സ്ഥലത്ത് നിൽക്കുന്നത്. ഇനി ഇവിടുന്നാണ് നമ്മൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ബസ് കയറി ബേക്കൽ കോട്ടയുടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി ഇനി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് നടക്കാം. അപ്പോൾ നടന്നിട്ട് നമ്മൾ അവിടെ എത്തട്ടെ. അത് വരെ ഒന്ന് നിങ്ങൾ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ തന്നെ നമ്മൾ നടന്ന് കോട്ടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരാൾ വരച്ച ചിത്രങ്ങൾ ആൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. വിറ്റ ക്യാഷ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ അധികം ചിത്രങ്ങൾ ആൾ വരച്ചിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല നല്ല ചിത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ നടന്ന് അപ്പോൾ ബേക്കൽ കോട്ടയുടെ കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതാപ്പോൾ ഞങ്ങൾ ബേക്കൽ കോട്ടയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു നോക്കൂ. അങ്ങനെ തന്നെ നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവിടെ നല്ല വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ആ അമ്പലം ആ സമയത്ത് തുറന്നിട്ടൊന്നുമില്ല. അതിനുശേഷം അതിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ കോട്ടയിലേക്ക് പോകുന്നത്. മൊത്തം വെട്ടുകല്ല് കൊണ്ട് പണിതൊരു കോട്ടയാണ് കേട്ടോ. അത് കുറേ അധികം എത്രയോ അധികം വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ കോട്ടയൊക്കെ പണിയെടുത്തെടുക്കാനില്ലേ. ഈ നമ്മൾ ഈ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതൊക്കെ യുദ്ധത്തിനായിട്ട് വരുന്നതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള തുരങ്കങ്ങളും അങ്ങനെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ അതിൽ. അങ്ങനെ ഓരോ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ആ സമയത്തായിരുന്നു കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരൂ.
അങ്ങനെ ഇതാ കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിരുന്നു ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ അവിടെ വീഡിയോസ് എടുക്കും, അതുപോലെ തന്നെ സെൽഫി എടുക്കും, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്നാൽ നമ്മളെ കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അടിപൊളി വ്യൂസ് തന്നെയായിരുന്നു. ആകാശവും അതുപോലെ വെള്ളം പിന്നെ പച്ചപ്പും എല്ലാം കൂടി കാണുമ്പോൾ ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തമായിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ആസ്വദിച്ചൊക്കെ നിന്ന്, വെയിലില്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് താഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ശ്രദ്ധിച്ച് ഇറങ്ങേണ്ട ഒരു സ്ഥലം കേട്ടോ. കുത്തനെയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല ശ്രദ്ധയോടെ തന്നെ എല്ലാവരും ഇറങ്ങണം കേട്ടോ. അങ്ങനെ പേടി തോന്നിയിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സമയം പോകണമെന്നറിയില്ല. അത്രയും നല്ല പച്ചപ്പും ഒക്കെയുള്ളൊരു കോട്ട തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. മോനൊക്കെ ഇതാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഈ പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ വീണ്ടും ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടോക്കൂ. ഇപ്പോൾ ഇതാ ഓരോ മതിലിൻ്റെ ഉള്ളിലും ഇതുപോലെ ചെറിയ ചെറിയ തുരങ്കങ്ങളുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ കടൽ കൊള്ളക്കാരൊക്കെ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഈ കടൽ കൊള്ളക്കാരൊക്കെ വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് യുദ്ധത്തിനൊക്കെ തയ്യാറെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതിലൊക്കെ നോക്കിയിട്ടാണ് അത്ര കണ്ടുപിടിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ തുരങ്ക വഴി ഞാൻ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. ഇപ്പോൾ കണ്ടോ, ഇതിനൊക്കെ ഒരു കഴിവന്നെ വേണമല്ലേ. അങ്ങനെ ഒരു അടിപൊളി കോട്ട തന്നെയാണിത്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾ. ഇങ്ങനെ കുറേ അവിടെ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചെറുതും വലുതുമായ കുറേ തുരങ്കങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ അവർ ഇതിനായിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു എന്നാണ് പറയണത്. ഇപ്പോൾ ഇതാ കടലിൻ്റെ അടുത്തായിട്ടുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് നടന്ന് നീങ്ങുക കേട്ടോ. ആ കാഴ്ചകൾ ഇതിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. കണ്ടോ, ഇതൊന്നും നമുക്ക് ഇവിടേക്ക് ഈ സ്ഥലത്തേക്കൊന്നും നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ മാത്രമായിരുന്നു. ഈ ഒരു ഭാഗത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. വേറെ സ്ഥലമുണ്ട്, അതിനെ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാഴ്ചകളൊക്കെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഇതാ അതിൻ്റെ അടുത്ത് വലിയൊരു കിണർ കണ്ടു കേട്ടോ. അപ്പോൾ കണ്ടോ,
ഒരു ചതുരത്തിലൊക്കെ പണിത വലിയൊരു കിണർ തന്നെയായിരുന്നു കേട്ടോ അത്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും നടന്ന് നീങ്ങി. ഇപ്പോൾ ഈ ഒരു വൈകുന്നേര സമയത്ത് ഇതിലേക്ക് നടന്ന് നീങ്ങാൻ അടിപൊളി രസമാട്ടോ. പക്ഷെ നല്ല വെയിലുള്ള സമയത്ത് നമ്മളെ കൊണ്ട് കഴിയില്ല, അത്രയും ദൂരം നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പുൽത്തകിടൊക്കെ തട്ടിത്തലോടി ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അതിൻ്റെ കവാടത്തിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ കവാടത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങി പോവാട്ടോ. കവാടത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോവുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ മുഴുവൻ കാഴ്ചകൾ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പുറത്ത് കാഴ്ചകൾ കുറേ ആളുകളുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇതിൻ്റെ അടുത്തൊരു ബീച്ച് ഉണ്ട് കേട്ടോ. ആ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോയിട്ട് ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ബീച്ചിലേക്ക്. ആ ബീച്ചിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുറേ അധികം കുട്ടികൾക്ക് കുറേ അധികം കളിക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ബീച്ചിൽ. അതുപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടും സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. വലിയൊരു ബീച്ചാണ് ഇവിടെ. ഒരാൾക്ക് അവർ 30 രൂപയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ആ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് ഒന്ന് കൂളായിട്ട് ഇരിക്കാനും അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ ഇവിടെ ഇതുപോലുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ബീച്ച് മൊത്തമായിട്ട് കാണണമെങ്കിൽ നമുക്ക് ഇതിൽ കറങ്ങി പോയാൽ മതിയാവും കേട്ടോ. ഇവിടെ ഒരാൾ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ആൾ അതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഈ മൊത്തം കാഴ്ചകൾ കാണാൻ കഴിയും ഈ ഒരു ആപ്പിലൂടെ പോവുകയാണെങ്കിൽ. അങ്ങനെ ആളെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും ബീച്ചിൻ്റെ ഒരു കടലിൻ്റെ അടുത്തായിട്ട് ഞങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യാതിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒട്ടകങ്ങളെ എടുത്ത് കുട്ടികൾ ഏറ്റവും ഒട്ടകങ്ങളും അതുപോലെ കുതിരൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ആളുകളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. കുട്ടികൾക്കൊക്കെ ഇതൊരു കൗതുകം തന്നെയായിരിക്കും. അങ്ങനെ ഏകദേശം ഇപ്പോൾ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരമായപ്പോൾ മരങ്ങളിലും മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി. മൊത്തത്തിൽ ഇപ്പോൾ എല്ലായിടും നല്ല ലൈറ്റിൻ്റെ ഒക്കെ നല്ലൊരു അടിപൊളി വൈബിൽ തന്നെ ഇങ്ങനെ പോവുക കേട്ടോ മൊത്തമായിട്ട്. അപ്പോൾ മക്കളൊക്കെ ഓടിക്കളിക്കാനും അവിടെ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ അവൻ്റെ ഒപ്പം മോന് കൂടി. അപ്പോൾ അവരൊപ്പം കളിക്കാനും അതുപോലെ ഐസ്ക്രീം കഴിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഈ ഒരു വൈകുന്നേര കാഴ്ചകളൊന്ന് കണ്ടു നോക്കൂ.
ഇതാ നമ്മളിപ്പോൾ ആ കവാടത്തിൻ്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പോൾ അതാ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ അവിടെ ഇങ്ങനെ ആ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരം പോകുന്നത് അറിയേയില്ല കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ല സുഖമായിരിക്കും അല്ലേ. സമയം പോണതും ഒന്നും അറിയില്ല. നമ്മൾ മൊത്തത്തിലൊന്ന് ഫ്രഷായി കിട്ടില്ല. നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഹാപ്പിയായ സമയമായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഇതുപോലെയുള്ള ബീച്ചിലൊക്കെ പോയിരിക്കാൻ. ഇതുപോലെ ചെടിച്ചട്ടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല രീതിയിൽ തന്നെ അവർ ചെടിച്ചട്ടികൾ, നക്ഷത്രം, അതുപോലെ ഊഞ്ഞാൽ, അങ്ങനെ ഓരോ രീതിയിലും അവിടെ ചെടിച്ചട്ടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ എൻ്റെ കൂടെ നിങ്ങളും കാണാനിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.